അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളുടെ നെഞ്ചിലെ മായാത്ത മുറിവാണ് ഇന്ന് മസ്ജിദുൽ അഖ്സ. വെറുമൊരു കെട്ടിടമോ ആരാധനാലയമോ മാത്രമല്ലത്. ഇസ്ലാമിക ചരിത്രത്തിന്റെ ആത്മാവ് തുടിക്കുന്ന പുണ്യഭൂമിയാണ്. പക്ഷേ ഇന്ന് ആ മണ്ണിൽ നിന്ന് ഉയരുന്നത് വിലാപങ്ങളാണ്. എന്താണ് മസ്ജിദുൽ അഖ്സയുടെ യഥാർത്ഥ അവസ്ഥ? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സത്യമാണോ, അതോ നമ്മളറിയാതെ വലിയൊരു ചതിക്ക് ഇരയാവുകയാണോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞെട്ടിക്കുന്ന പല സത്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ മഹത്വം അളക്കാൻ ചരിത്രത്തിലെ ഒരൊറ്റ സംഭവം മാത്രം മതിയാകും. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ നിസ്കരിക്കാൻ തിരിയുന്നത് പരിശുദ്ധ കഅബയിലേക്കാണെന്ന് നമുക്കറിയാം. എന്നാൽ കഅബ കിബ്ലയായി നിശ്ചയിക്കപ്പെടുന്നതിനു മുൻപ് പ്രവാചകനും അനുചരന്മാരും നെഞ്ചോട് ചേർത്തുവെച്ച ഇസ്ലാമിലെ ആദ്യത്തെ കിബ്ല മസ്ജിദുൽ അഖ്സയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദീനുൽ ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന്. നിരവധി ഹദീസുകളിലും ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന, ഇനിയും നടക്കാനിരിക്കുന്ന പല സംഭവങ്ങൾക്കും സാക്ഷിയാകാൻ പോകുന്ന മണ്ണാണിത്. എന്നാൽ അങ്ങേയറ്റം ഭീതിജനകമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് അഖ്സ കടന്നുപോകുന്നത്. ഇസ്രയേൽ ഭരണകൂടം കാലങ്ങളായി ഫലസ്തീൻ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഓരോ പ്രദേശങ്ങളും പയ്യെ കൈയടക്കി മസ്ജിദുൽ അഖ്സ അടക്കമുള്ള വിശുദ്ധയിടങ്ങൾ തങ്ങളുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നു. ആദ്യത്തെ കിബിലയായിരുന്ന ഈ പുണ്യഗേഹം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്, അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു അപകടത്തിലേക്ക് അതിനെ തള്ളിവിടുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയൊരു ചതി തിരിച്ചറിയേണ്ടത്. ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മസ്ജിദുൽ അഖ്സ എന്ന് കേൾക്കുമ്പോഴോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്വർണ്ണ നിറത്തിലുള്ള താഴികക്കുടമുള്ള ഈ പള്ളിയാണ്. എന്നാൽ സത്യമെന്താണെന്നറിയുമോ? ഇതല്ല മസ്ജിദുൽ അഖ്സ. ഇത് ഡോം ഓഫ് ദി റോക്കാണ്. ഈ കാണുന്നതാണ് യഥാർത്ഥ മസ്ജിദുൽ അഖ്സ. പക്ഷേ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സയനിസ്റ്റുകൾ കൃത്യമായ ഒരു അജണ്ട ഇതിനു പിന്നിൽ നടപ്പിലാക്കുന്നുണ്ട്. സ്വർണ്ണത്താഴികക്കുടമുള്ള പള്ളിയാണ് അഖ്സ എന്ന് വരുത്തി തീർക്കുക. നാളെ യഥാർത്ഥ മസ്ജിദുൽ അഖ്സ തകർക്കപ്പെട്ടാൽ പോലും ഈ സ്വർണ്ണപ്പള്ളി അവിടെ ഉള്ളിടത്തോളം കാലം അഖ്സയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകം വിശ്വസിക്കണം. അതാണ് അവരുടെ ഗൂഢലക്ഷ്യം. ഇസ്രയേൽ ഭരണകൂടം ഇന്ന് മസ്ജിദുൽ അഖ്സയ്ക്ക് ചുറ്റും, പ്രത്യേകിച്ച് അതിൻ്റെ അടിഭാഗത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പള്ളിക്ക് താഴെ വലിയ തുരങ്കങ്ങളും ടണലുകളും അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ ടണലുകൾ എന്നാണ് അവർ ലോകത്തോട് പറയുന്നത്. എന്നാൽ സത്യം അതല്ല. മസ്ജിദിന്റെ അടിത്തറ ഇളക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു കെട്ടിടത്തിന്റെ ബലം അതിന്റെ ബേസ്മെന്റാണ്. ആ അടിത്തറ ദുർബലമായാൽ സ്വാഭാവികമായും ആ കെട്ടിടം തകർന്നു വീഴും. ആസൂത്രിതമായി അഖ്സയെ തകർക്കാനുള്ള സയനിസ്റ്റ് തന്ത്രമാണിത്. എന്തിനാണ് അവർ അഖ്സയെ തകർക്കാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് ദ തേർഡ് ടെമ്പിൾ അഥവാ മൂന്നാമത്തെ ക്ഷേത്രം എന്ന അവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നം കടന്നുവരുന്നത്. ജൂതന്മാർ കാത്തിരിക്കുന്ന അവരുടെ രക്ഷകൻ, അതായത് ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയ ദജ്ജാൽ വരുന്നതിനു മുൻപ് അവർക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയേണ്ടതുണ്ട്. 60,000 ജൂതന്മാരുടെ അകമ്പടിയോടെയാണ് ദജ്ജാൽ വരികയെന്ന് നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം പണിയുന്നതിനു മുൻപ് ആ സ്ഥലം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിനായി അവർക്ക് വേണ്ടത് ഒരു ചുവന്ന പശുവിനെയാണ്. ഒരു രോമം പോലും മറ്റൊരു നിറത്തിലില്ലാത്ത, യാതൊരു അസുഖങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാത്ത പരിശുദ്ധമായ ചുവന്ന പശു. ഇതിനെ കത്തിച്ചു ചാരമാക്കി വെള്ളത്തിൽ കലർത്തി വേണം സ്ഥലം ശുദ്ധീകരിക്കാൻ. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഇത്തരം പശുക്കളെ അവർ ഇറക്കുമതി ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടതാണ്. മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന അതേ സ്ഥലത്താണ് അവർ ഈ ക്ഷേത്രം പണിയാൻ പദ്ധതിയിടുന്നത്. ഇത്രയൊക്കെ നടന്നിട്ടും നമ്മുടെ ആദ്യത്തെ കിബില കൺമുന്നിൽ വെച്ച് തകർക്കപ്പെടാൻ പോയിട്ടും ലോകം നിശബ്ദമാണ്. ബെഞ്ചമിൻ നെതന്യാഹു പോലുള്ള ഭരണാധികാരികൾ സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കി മുന്നേറുകയാണ്. ഒരു മുസ്ലിമായി പോയതാണോ അതോ ഫലസ്തീനിൽ ജനിച്ചുപോയതാണോ ആ കുരുന്നുകൾ ചെയ്ത തെറ്റ്? ഇതിനെതിരെ ശബ്ദിക്കാൻ, ഒന്ന് പ്രതികരിക്കാൻ പോലും പല മുസ്ലിം ഭരണാധികാരികളും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം. പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് കരുതുന്നവർ ചരിത്രം പഠിക്കണം. പിഞ്ചുബാല്യങ്ങളെ കൊന്നൊടുക്കുമ്പോൾ, വിശുദ്ധ ഗേഹങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ സാക്ഷിയായി മുകളിൽ ഒരാളുണ്ട്. കാലം ഇതിനൊക്കെയുള്ള കണക്ക് ചോദിക്കാതിരിക്കില്ല. ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് വലിയ വില നൽകേണ്ടി വരുന്ന, ചെയ്തത് തെറ്റായിപ്പോയി എന്നവർക്ക് തന്നെ തോന്നുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. മസ്ജിദുൽ അഖ്സയുടെ കാവൽക്കാരൻ അല്ലാഹുവാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.